നമസ്കാരം. പ്രധാന വാർത്തകൾ. വിമാനത്താവളം വഴി സ്വർണ്ണക്കടത്ത്. മറ്റൊരു ക്യാബിൻ ക്രൂ കൂടി അറസ്റ്റിൽ. എയർ ഹോസ്റ്റസിനെ ഉപയോഗിച്ചുള്ള സ്വർണ്ണക്കടത്തിൽ ഒരാൾ കൂടി പിടിയിൽ. സ്വർണം കടത്തിയതിന് നേതൃത്വം നൽകിയ കണ്ണൂർ മട്ടന്നൂർ സ്വദേശി സുഹൈലാണ് പിടിയിലായത്. സ്വർണ്ണക്കടത്തിൽ മുഖ്യ കണ്ണിയാണ് ഇയാളെന്ന് DRI പറഞ്ഞു. ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ മട്ടന്നൂർ സ്വദേശി സുഹൈലിന്റെ പേര് എയർ ഹോസ്റ്റസ് സുരഭി വെളിപ്പെടുത്തിയത്. സുഹൈലിനെ അറസ്റ്റ് ചെയ്തു. വൈകുന്നേരം കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. അതേസമയം കണ്ണൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ കൂടുതൽ ക്യാബിൻ ക്രൂ അംഗങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് DRI. കോഴിക്കോട് ഹോട്ടൽ മാലിന്യ ടാങ്കിൽ ശുചീകരണത്തിനിറങ്ങി 2 പേർ മരിച്ച സംഭവം. ഹോട്ടൽ ഉടമയ്ക്കെതിരെ കേസ്. അസ്വാഭാവിക മരണത്തിന് ചോവായൂർ പോലീസാണ് കേസെടുത്തത്. സംഭവത്തിൽ കെട്ടിടം ഉടമയെയും ഹോട്ടൽ ഉടമയുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. ഇന്ന് വൈകിട്ട് 4:30 അമ്മാസ് ദാബ എന്ന ഹോട്ടലിലായിരുന്നു സംഭവം. കൂരാച്ചുണ്ട് സ്വദേശി റിനീഷ്, കിനാലൂർ സ്വദേശി അശോകൻ എന്നിവരാണ് മരിച്ചത്. ടാങ്കിലിറങ്ങിയ ഉടനെ കുഴഞ്ഞു വീണ ആദ്യത്തെ തൊഴിലാളിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ കൂടെയുണ്ടായിരുന്ന ആളും അപകടത്തിൽപ്പെടുകയായിരുന്നു. ശ്വാസം മുട്ടി കുഴഞ്ഞു വീണ ഇരുവരെയും വെള്ളിമാടുകുന്ന് ഫയർഫോഴ്സ് സംഘമെത്തി പുറത്തെടുത്തു. തുടർന്ന് ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ടാങ്കിന്റെ അശാസ്ത്രീയ നിർമ്മാണവും സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാത്തതുമാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നാളെ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. വെളിച്ചെണ്ണയ്ക്കും മുളകിനും വില കുറച്ച് സപ്ലൈകോ. പുതുക്കിയ വില. സപ്ലൈകോ വിൽപ്പനശാലകളിൽ സബ്സിഡി മുളകിനും വെളിച്ചെണ്ണയ്ക്കും വില കുറച്ചു. മുളക് 1 കിലോയ്ക്ക് 86.10 രൂപയിൽ നിന്ന് 78.75 രൂപയായും വെളിച്ചെണ്ണ 1/2 ലിറ്റർ സബ്സിഡി ഉൾപ്പെടെ 1 ലിറ്ററിന് 142.80 രൂപയായും പുതുക്കി നിശ്ചയിച്ചു. പുതുക്കിയ വില നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. മുലപ്പാൽ കുപ്പിയിലാക്കി വിൽപ്പന. സ്ഥാപനം പൂട്ടിച്ചു. സ്ഥാപന ഉടമയ്ക്കെതിരെ കേസെടുത്തു. ചെന്നൈയിലാണ് സംഭവം. 20 മില്ലി ലിറ്റർ കുപ്പിക്ക് 500 രൂപയാണ് ഈടാക്കിയിരുന്നത്. ഇത്തരത്തിൽ 20 മില്ലി ലിറ്ററിന്റെ 45 ബോട്ടിലുകളാണ് ഫ്രീസറിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രോട്ടീൻ പൗഡർ വിൽക്കുന്നതിനായുള്ള ലൈസൻസിന്റെ മറവിലാണ് മുലപ്പാൽ കുപ്പിയിലാക്കി വിൽപ്പന നടത്തിയത്. ലൈഫ് വാക്സിൻ സ്റ്റോർ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് മുലപ്പാൽ കുപ്പിയിലാക്കി വിൽപ്പന നടത്തിയിരുന്നത്. ഓരോ ബോട്ടിലിനും മുകളിലും അത് തന്നയാളുടെ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെയും അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചു. വർക്ക്ഷോപ്പിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ചു. ആലപ്പുഴ സ്വദേശി പിടിയിൽ. ആലപ്പുഴ എരമല്ലിക്കര ഓത്താറത്ത് വീട്ടിൽ സുജേഷ് കുമാറിനെയാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 25-ന് പുലർച്ചെ കോതമംഗലം കൂത്തുകുഴിയിലുള്ള വർക്ക്ഷോപ്പിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. ആലപ്പുഴ, അടിമാലി, മാന്നാർ തുടങ്ങിയ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്.